ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. സോ നമ്മൾക്ക് ഡീറ്റെയിൽഡായി തന്നെ ഇത് ഡിസ്കസ് ചെയ്യാം. അക്കൗണ്ടിങ്ങിനെ പ്രധാനമായിട്ട് 3 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓരോന്നും ഫോക്കസ് ചെയ്തതിൻ്റെ ബേസിലാണ് ഇത്തരത്തിൽ ഡിഫറെൻറ്റ് ടൈപ്പ് അക്കൗണ്ടിങ് ഉള്ളത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 ടു മാർച്ച് 31 വരെയാണ്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്യും. ദെൻ അത് സമ്മറൈസ് ആൻഡ് അനലൈസ് ചെയ്ത് ഇയർ എൻഡിൽ റിസൾട്ട് എക്സ്റ്റേണൽ യൂസേഴ്സിന് നൽകും. ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. സോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. വീഡിയോ കണ്ടു നോക്കുക. സെക്കൻഡ് വൺ ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ മാനേജറിയൽ അക്കൗണ്ടിങ് എന്നും പറയും. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അനലൈസിങ് ആൻഡ് പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ടു ഹെൽപ്പ് മാനേജേഴ്സ് മേക്ക് ബെറ്റർ ഡിസിഷൻസ് ഫോർ പ്ലാനിങ്, കൺട്രോളിങ് കോസ്റ്റ് ആൻഡ് ഇംപ്രൂവിങ് ദ ബിസിനസ് പെർഫോമൻസ്. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ് ചെയ്യാനും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും ബിസിനസ്സിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടി മാനേജേഴ്സ് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. ഈ ഡിസിഷൻസ് എടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് കൊടുക്കുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. സിംപ്ലി പറയുകയാണെങ്കിൽ കമ്പനിയിൽ ഡിസിഷൻ എടുക്കുന്നത് ആരാണ്? മാനേജ്മെൻ്റ് ആണല്ലേ. സോ ഈ മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോക്കി ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങുകളോ ആണ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം, കമ്പനിയുടെ ലാഭം എത്രയാണ് എന്ന് ചെക്ക് ചെയ്യാം, അനാവശ്യമായിട്ടുള്ള കോസ്റ്റ് കുറയ്ക്കാനുള്ള വഴികൾ കണ്ടെത്തുക, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന റിസ്കുകൾ കണ്ടെത്തുക. ഇതൊക്കെ നല്ല രീതിയിൽ ബിസിനസ് റൺ ചെയ്യാനും ബിസിനസ്സിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്തായിരിക്കും? പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോഴും അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തും വരുന്ന കോസ്റ്റ് കറക്റ്റായി കാൽക്കുലേറ്റ് ചെയ്യുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. ഇതിലൂടെ ഒരു ബിസിനസ്സിൻ്റെ കോസ്റ്റ് എവിടെയാണ് കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനും പ്രൊഡക്റ്റിൻ്റെ കറക്റ്റ് പ്രൈസ് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രൈസ് കുറയ്ക്കാനും മണി സേവ് ചെയ്യാനും കോസ്റ്റ് കുറയ്ക്കാനൊക്കെ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ബേക്കറിയിൽ ഒരു കേക്ക് മേക്ക് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് അറിയാൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കാം. അതിന് കേക്കിൻ്റെ ചിലവ് കാൽക്കുലേറ്റ് ചെയ്യാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന ലേബേഴ്സ് എന്നിങ്ങനെയുള്ളതിൻ്റെയൊക്കെ കോസ്റ്റ് എല്ലാം കൂട്ടി കണക്കാക്കും. ഇത് ആ ബിസിനസ്സിന് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും ലാഭം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സിമ്പിളായിട്ട് പറഞ്ഞാൽ സെയിൽസ് എത്ര കൂടിയാലും കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ റിസൾട്ട് കുറയും അല്ലേ. സോ ഒരു ഫേമിൻ്റെ അകത്തുള്ള കോസ്റ്റുകൾ കൺട്രോൾ ചെയ്യണം. ഇതിന് കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ഷീറ്റ് പോലെയുള്ള അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ആണ്. അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അതായത് ആദ്യം കോസ്റ്റ് അതിൻ്റെ നാച്ചറും അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻ്റെ ഒക്കെ ബേസിൽ ക്ലാസിഫൈ ചെയ്യും. ലൈക്ക് ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് എക്സെട്ര. ഇങ്ങനെ കോസ്റ്റ് ക്ലാസിഫൈ ചെയ്തതിന് ശേഷം വരുന്ന ആക്ടിവിറ്റിയാണ് കോസ്റ്റ് മെഷർമെൻറ്റ്. അതായത് പല മെത്തേഡ്സും യൂസ് ചെയ്ത് കോസ്റ്റ് മെഷർ ചെയ്യും. പ്രൊഡക്ട്സോ അല്ലെങ്കിൽ സർവീസസ് കറക്റ്റായിട്ട് കോസ്റ്റ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ എയിം. തേർഡ് വരുന്നത് കോസ്റ്റ് അനാലിസിസ് ആണ്. അതായത് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യാനും കോസ്റ്റ് കുറയ്ക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടി കോസ്റ്റ് അനലൈസ് ചെയ്യും.
ദെൻ കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോളിങ്ങിനും ബഡ്ജറ്റ് പരിധി വിട്ട് കോസ്റ്റ് പോവുകയാണെങ്കിൽ അത് തടയാനും വേണ്ടിയുള്ള മെഷേഴ്സൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ലാസ്റ്റ് വണ്ണാണ് കോസ്റ്റ് റിപ്പോർട്ടിംഗ്. അതായത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിനും ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കോസ്റ്റ് ഇൻഫോർമേഷൻസ് റിപ്പോർട്ട് ചെയ്യും. സോ കോസ്റ്റ് ആദ്യം ക്ലാസിഫൈ ചെയ്യും, ദെൻ കോസ്റ്റ് മെഷർ ചെയ്യും, അനലൈസ് ചെയ്യും, കൺട്രോൾ ചെയ്യും, റിപ്പോർട്ടിങ്ങും നടത്തും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ടൈപ്സ് ആണ്. അതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നോർമലി പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ റിസൾട്ട് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ക്ലിയറായി യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.